ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ജീവിതത്തെ തകർക്കുന്ന ലഹരി വസ്തുക്കളെപ്പറ്റിയും ലഹരി വസ്തുക്കൾ മൂലമുണ്ടാകുന്ന തകർച്ചകളെപ്പറ്റിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന തകർച്ചകളിൽ നിന്ന് അവരെ എങ്ങനെ മോചിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ മുൻ എപ്പിസോഡിൽ കണ്ടു, അയാൾ സ്വയം തീരുമാനിച്ചാൽ അയാളുടെ മദ്യാസക്തിയിൽ നിന്നൊരിക്കലും മോചനം ലഭിക്കുന്നില്ല. കാരണം അയാളെ അടിമപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 7:19 പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ് മദ്യത്തിന് അടിമയായ വ്യക്തി. ഇവിടെ ഒരു എലി അതിൻ്റെ കൂട്ടിൻ്റെ അകത്ത് ട്രാപ്ഡ് ആയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ എലി എത്ര ശക്തി ഉപയോഗിച്ചാലും സ്വന്തം ശക്തി കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എലിക്ക് സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വയം ശക്തി കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് സ്വയാശ്രയം കൊണ്ട് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കില്ല. തന്നേക്കാൾ ശക്തനായ ഒരാൾ വന്ന് അയാളെ മോചിപ്പിക്കാതെ അയാൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാളെക്കാൾ ശക്തനായ ഒരാൾ വന്ന് ഇതിൽ നിന്ന്, ഈ ബാറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കണം. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. മദ്യാസക്തിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി 3 തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. 1, ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് കൊണ്ടുപോവുക. 2, ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ കൊണ്ടുപോയി ലഹരി മോചനം നേടാൻ സാധിക്കും. 3, ഒരു ഡി അഡിക്ഷൻ ധ്യാനത്തിൽ അയാളെ പങ്കെടുപ്പിച്ചാൽ നമുക്ക് അയാളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 മാർഗങ്ങളാണ് മദ്യപാനികളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1ാമത്തെ മാർഗം നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡി അഡിക്ഷൻ ചികിത്സ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യാസക്തി എന്ന് പറയുന്നത് ഒരു മാരക രോഗമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ രോഗത്തെ ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയുന്ന രോഗമല്ല. കാരണം മദ്യാസക്തി രോഗത്തിന് ഇന്നോളം മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മരുന്നിൻ്റെ പ്രയോഗം കൂടാതെ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമാണ് മദ്യാസക്തി എന്ന് പറയുന്ന രോഗം. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് വേണ്ടി വിടുമ്പോൾ ഡി അഡിക്ഷൻ ചികിത്സാ കേന്ദ്രത്തിൽ ഇവർക്ക് ചില മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് ആസക്തി കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അത് ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് 3 ഡൈസൾഫിറാം, എക്കാംപ്രോസേറ്റ്, നാൽടെക്സ്ട്രോൺ മുതലായ മരുന്നുകൾ ആസക്തി കുറയ്ക്കും. പക്ഷേ മദ്യപാനം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ മരുന്നുകൾ നമ്മളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറിൻ്റെ പരിശോധനയിൽ കൂടി മാത്രം കഴിക്കേണ്ട മരുന്നുകളാണ്. ഇനി ചികിത്സാ കേന്ദ്രത്തിൽ എത്തപ്പെട്ടാൽ ഏകദേശം ഒരു 30 ദിവസത്തോളമൊക്കെ ചികിത്സ വേണ്ടിവരും. ഡോക്ടർമാരത് നിർദ്ദേശിക്കും. അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡീടോക്സിഫിക്കേഷൻ. ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ അളവ് കൊണ്ട് അയാൾക്ക് ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ വേണ്ടി മരുന്ന് കൊടുക്കും. തലയിൽ തളം വെക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ചിലപ്പോൾ നടത്താറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കൗൺസിലിംഗ് നടത്തി കൊടുക്കും.
അയാളായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഫാമിലി കൗൺസിലിംഗ് നടത്തുക, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക, ഭാര്യമാർക്ക് പ്രത്യേകം ക്ലാസ് നടത്തും, പ്രാർത്ഥന, യോഗ, ആരാധന, ചില കേസിൽ ഇലക്ട്രിക് ഷോക്ക് പോലും കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ 30 ദിവസത്തെ ചികിത്സ കൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സ കൊണ്ട് അവർക്കതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറേ ആളുകൾ കേരളത്തിലെ പല അഡിക്ഷൻ കേന്ദ്രങ്ങളിലും ചികിത്സയിലായി മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ മോചനം നേടിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ ഗവൺമെൻറ് നടത്തുന്ന അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. സന്നദ്ധ സംഘടനകൾ നടത്തുന്ന അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അനേകർ അഡിക്ഷൻ കേന്ദ്രങ്ങളെ ലഹരി മോചനത്തിന് വേണ്ടിയുള്ള ഉപാധിയായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള രണ്ടാമത്തെ മാർഗം ഈ വ്യക്തിയെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ആന്തരിക സൗഖ്യ ധ്യാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ 100-ലധികം ധ്യാന കേന്ദ്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഈ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ഈ കോവിഡ് മഹാമാരിക്ക് മുമ്പ് എല്ലാ ആഴ്ചകളിലും ഇതുപോലെയുള്ള ധ്യാനങ്ങൾ, പരിശുദ്ധാത്മാഭിഷേക ധ്യാനം അല്ലെങ്കിൽ ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രമാണ് ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. അനേക മക്കൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്നൊക്കെ മോചനം നേടിയെന്ന് നമുക്കറിയാം. ആന്തരിക സൗഖ്യം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അയാൾക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരാൾ അയാളുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലം തൊട്ട് അയാളുടെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗം ആ കുഞ്ഞിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. കുഞ്ഞ് ഏകദേശം 17 ആഴ്ചകൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന സമയത്ത് അമ്മ കടന്നു പോകുന്ന യാതനകളോ വലിയ പ്രയാസങ്ങളോ ഒക്കെ ഈ കുഞ്ഞിനെ ബാധിക്കും, തലച്ചോറിൽ ബാധിക്കും. അത് കുഞ്ഞിൻ്റെ ആന്തരിക മുറിവുകളായിട്ട് പുറത്തു വരുമെന്നാണ് പറയുന്നത്. അതുപോലെ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീണ് വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോകേണ്ട കുഞ്ഞായിരിക്കും. അങ്ങനെ കടന്നു പോകുന്ന സമയത്തും മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു നോട്ടത്തിൽ കൂടെ പോലും അവൻ്റെ ഉള്ളിലേക്ക് മാരകമായ മുറിവുകൾ കടന്നു വരാൻ സാധിക്കും. ഇങ്ങനെ മാരകമായ മുറിവുകൾക്ക്, ആന്തരിക മുറിവുകൾക്ക് അകപ്പെട്ട അല്ലെങ്കിൽ അതിനെ അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ അവർ വളർന്ന് ഒരു ഘട്ടമെത്തി കഴിയുമ്പോൾ ഒരു ആന്തരികമായ സന്തോഷം ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന, അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ ആന്തരിക മുറിവെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരു പ്രായമായി ഒരു ജോലിയൊക്കെ ചെയ്ത് പണമൊക്കെ കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഈ വിഷമങ്ങൾ, ഉള്ളിലുള്ള വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് അവർ മദ്യത്തെ അഭയം തേടും. അപ്പം അങ്ങനെ മദ്യപാനികളായിട്ട് മാറുക. പ്രിയപ്പെട്ടവർ, ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് പരിപൂർണമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് സൗഖ്യം കൊടുക്കും. ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വചനത്തിൻ്റെ അഭിഷേകമാണ്. 7 ദിവസം തുടർച്ചയായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവ് എന്താഗ്രഹിച്ചാലും വചനം വഴി അത് നിർവഹിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷകളുണ്ട്, ദിവ്യകാരുണ്യ ആരാധന, കൂദാശകൾ, ഏറ്റവും പ്രത്യേകിച്ച് കുർബാനയും കുമ്പസാരവും. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അനേക മക്കൾ നല്ലൊരു കുമ്പസാരം കഴിക്കുന്നത് വഴിയായിട്ട് ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്. പാപത്തിൽ നിന്ന് മോചനം നേടിക്കഴിയുമ്പോൾ അവിടേക്ക് ഒരു വലിയ കൃപ കടന്നു വരികയാണ്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിലൂടെ ദൈവസ്നേഹം മനസ്സിലാകാനായിട്ട് സാധിക്കും. അനുഭവ സാക്ഷ്യം, അങ്ങനെ അതുവഴി ആന്തരിക സൗഖ്യം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. അങ്ങനെ ലഹരി വസ്തുക്കളിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള മോചനം നേടാൻ സാധിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സഭയ്ക്ക് വലിയ അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. 100-ലധികം ധ്യാന കേന്ദ്രങ്ങൾ എല്ലാ ആഴ്ചയും ഇതുപോലെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട്
അനേകർ ലഹരി വസ്തുക്കളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും സ്നേഹമുള്ളവർ, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ഏകദേശം 17 വയസ്സ് പ്രായമുള്ള സമയത്ത് 1970 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പുകവലിക്ക് അടിമപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. അന്ന് ഏറ്റവും കട്ടി കൂടിയ ചാർമിനാർ എന്ന് പറയുന്ന സിഗരറ്റ് വലിച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു ഉന്മേഷം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിരന്തരമുള്ള പുകവലി മൂലം വലിയ അസ്വസ്ഥതയിലേക്ക് കടന്നുപോയി. എപ്പോഴും നെഞ്ചിന് അസുഖമായിട്ട്, എപ്പോഴും അസ്വസ്ഥതകളായിട്ട്, ഇങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഓരോ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പം മദ്യപാനം എന്ന് പറയുന്ന തിന്മ ആരംഭിച്ചു. അന്നറിഞ്ഞുകൂടാ, തിന്മയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കൂട്ടുകാരൊത്ത് മദ്യം കഴിക്കാൻ തുടങ്ങി. അത് പക്ഷേ ഒരു ദുശീലമായിട്ട് എൻ്റെ ജീവിതത്തിൽ പടർന്നു പന്തലിക്കാൻ തുടങ്ങി. കുറേ നാളുകൾ അങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിച്ചു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ ഇതിൽ നിന്നെല്ലാം മോചനം നേടണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പാപത്തിൻ്റെ സ്വാധീനം അത്ര അധികമായിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്മയും ഭാര്യയും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 2002 2002 കാലഘട്ടത്തിൽ ചില ധ്യാനങ്ങൾക്കൊക്കെ പോകാൻ കർത്താവ് കൃപ തന്നു. അതുവഴി ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ടായി. പുകവലി നിർത്താനായിട്ട് സാധിച്ചു. പക്ഷേ ഈ മദ്യപാനം ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ശല്യം ചെയ്തുകൊണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും കുറേ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം എന്നോട് പറഞ്ഞു, മോനെ നമുക്ക് അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാം. അവിടെ വട്ടായിലച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ വലിയൊരു ശുശ്രൂഷയുണ്ട്, അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടി 2006 ഡിസംബറിൽ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ വലുതായിട്ട് മാറ്റിമറിച്ച ഒരു വലിയ അനുഭവമായിരുന്നു. ഈ വട്ടായിലച്ഛൻ തന്നെ അടുത്ത് തന്നെ കുമ്പസാരിക്കാൻ എനിക്ക് സാധിച്ചു. കുമ്പസാരത്തിന് ശേഷം അച്ഛൻ എനിക്കൊരു വലിയ ഡെലിവറൻസ്, ഒരു ബ്ലെസ്സിങ് തന്നു. അതിനുശേഷം എന്നെ ചേർത്ത് പിടിച്ച് എന്നോട് പറഞ്ഞ് ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച്, പ്രിയപ്പെട്ടവരെ, ആ ധ്യാനം കഴിഞ്ഞ് അട്ടപ്പാടി മലയിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മാറിയതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് ഞാൻ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ധ്യാന കേന്ദ്രങ്ങളെയും അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ പറ്റിയൊക്കെ മോശപ്പെട്ട വാർത്തകളൊക്കെ വാട്സപ്പുകളിലൊക്കെ പ്രചരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ സത്യം ഇതാണ്, അനേക മക്കൾ അവിടെ ചെന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്ന് കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ധ്യാന കേന്ദ്രങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് തുറക്കപ്പെടട്ടെ, എത്രയും പെട്ടെന്ന് തുറക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്താണ് ധ്യാന കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നത്? ഏറ്റവും സ്നേഹമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ, അസ്ഥികളുടെ താഴ്വര. എസെക്കിയേൽ പ്രവാചകന് കർത്താവ് ഒരു വലിയ ദർശനം കൊടുക്കുകയാണ്. 10,000-കണക്കിന് ആളുകളുടെ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. വരണ്ട അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. പ്രവാചകനോട് ഈ അസ്ഥികളുടെ ചുറ്റും നടക്കാനായിട്ട് കർത്താവ് പറയുന്നു. പ്രവാചകൻ അസ്ഥികളുടെ ചുറ്റും നടക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, പ്രവാചക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയുമോ? പ്രവാചകൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാം കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരോട് പറയുക. അങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളെ നോക്കി പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു, വരണ്ട അസ്ഥികളെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക. രണ്ടാമത് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കും. മൂന്നാമത് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ മാംസം വളർത്തും. 4, ഞാൻ നിങ്ങളെ ചർമ്മം കൊണ്ട് പൊതിയും. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, പ്രവാചകനൊരു കിരികിര ശബ്ദം കേട്ടു. അസ്ഥികൾ തമ്മിൽ കൂടിച്ചേർന്ന് മനുഷ്യരൂപങ്ങളായിട്ട് മാറി. അതിൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിച്ചു. അതിൽ മാംസം വളർന്നു, ചർമ്മം കൊണ്ട് പൊതിഞ്ഞ് മനുഷ്യരൂപങ്ങളായിട്ട് മാറി. എന്നാൽ അവയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ജീവശ്വാസത്തോട് പ്രവചിക്കുക, ഈ നിഹിതന്മാരുടെ മേൽ വന്ന് നിറയുക. പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സംഭവിച്ചത് എസെക്കിയേൽ 37:10 നമ്മൾ കാണുന്നു. അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യത്തെ പോലെ
അവർ എഴുന്നേറ്റ് നിന്നു. എസെക്കിയേൽ 37:10. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ അത്ഭുതം നേരിട്ട് കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ മാർഗം. ഒന്നാമത്തെ മാർഗം ഡി അഡിക്ഷൻ ചികിത്സ, 2 ഡി അഡിക്ഷൻ ധ്യാനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. ഇനി മൂന്നാമതൊരു മാർഗമുണ്ട്. അത് ഈ ഒന്നും രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ ചികിത്സയും പരിശുദ്ധാത്മാവ് അഭിഷേക ധ്യാനവും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഡി അഡിക്ഷൻ ധ്യാനം. ഡി അഡിക്ഷൻ ധ്യാനത്തിൽ ഡി അഡിക്ഷൻ ചികിത്സയുടെ ചില ഭാഗങ്ങൾ, ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഒരു 7-8 ദിവസത്തേക്കുള്ള ധ്യാനമാണ്. ഈ ധ്യാനത്തിൻ്റെ 1-2 പ്രത്യേകതകൾ: ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുക. ഭാര്യ ഇല്ലെന്നുണ്ടെങ്കിൽ, ഭാര്യ ഇല്ലാത്ത ആൾ, കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോടുകൂടി വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുക. ലഹരി വസ്തുക്കളുടെ അടിമത്തത്തെ പറ്റിയുള്ള ക്ലാസ്സുകളുണ്ടാകും, മെഡിക്കൽ പരിശോധനകളുണ്ടാകും. പക്ഷേ ഒരിക്കലും മെഡിക്കൽ പരിശോധന നടത്തി രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ആസക്തി കുറയ്ക്കാനുള്ള മരുന്നുകളൊന്നും കൊടുക്കില്ല. അതെല്ലാം കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ശുശ്രൂഷയാണ്. ഇനി അനുഭവ സാക്ഷ്യങ്ങളുണ്ടാകും, ഫാമിലി കൗൺസിലിംഗ് ഉണ്ടാകും, ചികിത്സ ക്ലാസ്സുകൾ. ഇതുവഴിയായിട്ട് മദ്യാസക്തി രോഗത്തെ പറ്റിയുള്ളൊരു പേടി അവർക്ക് ലഭിക്കുന്നു. ആന്തരിക സൗഖ്യ ധ്യാനം വഴിയായിട്ട് അത്ഭുത വിടുതൽ ലഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞ ഇതാണ്: യേശുവിന് ഒരുവൻ്റെ ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും സമ്പൂർണമായ അധികാരമുണ്ട്. ആ അധികാരം ഇന്ന് വൈദികരിലേക്ക് കൈമാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വൈദികൻ നിനക്ക് കർത്താവ് വിടുതൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുന്നത്. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ഈ 3 മാർഗങ്ങളാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. കർത്താവ് റെഡിയാണ്. ഏത് മാർഗവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഹരി വസ്തുവിൻ്റെ തടവറയിലായിരിക്കുന്നവരെ മോചിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും സ്നേഹമുള്ളവരെ, 2015 ഫെബ്രുവരി മാസത്തിൽ അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോരിയോസ് പിതാവിൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു 2015-16. അന്ന് മലങ്കര കത്തോലിക്ക സഭ ഈ ജന്മശതാബ്ദി പ്രമാണിച്ച് കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിലൊന്നാണ് ലഹരി മോചന പ്രവർത്തനം. ആ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഞങ്ങളിൽ കുറേ ആളുകൾക്ക് ദൈവം അനുഗ്രഹം തന്നു. ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വൈദികൻ അന്ന് ബഹുമാനപ്പെട്ട വർഗീസ് നടുതലയച്ചനായിരുന്നു. അന്ന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ ലഹരി മോചന ക്ലാസ്സുകൾ നടത്തി, യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നടത്തി. ജൂൺ 26 വേൾഡ് ആൻറ്റി അഡിക്ഷൻ ഡേ അന്ന് നമ്മൾ പരിപാടികളോട് നമ്മൾ ആചരിച്ചു. അതുപോലെ തന്നെ ഭവന സന്ദർശനം നടത്തി. അന്ന് ഏറ്റവും അധികം ഭവന സന്ദർശനം നടത്തിയത് നമ്മൾ അമ്പൂരി, അതുപോലെ തന്നെ കാട്ടാക്കട, അതുപോലെ തന്നെ കൊട്ടാരക്കര ഭാഗത്തെ ചില ഇടവകൾ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ലഹരി മോചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി. കുറേ ആളുകളെ അന്ന് പെരപ്പിൻകോടുള്ള നമ്മുടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ വില്ലേജിലുള്ള ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയുണ്ടായി. കുറേ ആളുകളെ തിരുവല്ല കുന്നന്താനത്തുള്ള LSDP സിസ്റ്റേഴ്സ് നടത്തുന്ന ദൈവപരിപാലന ഭവനിൽ ഡി അഡിക്ഷൻ ധ്യാനത്തിന് കൊണ്ടുപോയിരുന്നു. അമ്പൂരിയിൽ നിന്ന് കൊണ്ടുപോയ അനേക മക്കൾ വലിയ അഭിഷേകം പ്രാപിച്ചു. എല്ലാവരും മദ്യപാനമൊക്കെ നിർത്തി നല്ല വിശുദ്ധിയിൽ ഇന്നും ജീവിക്കുന്നവരായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ ഏകദേശം 30 കുടുംബങ്ങൾ അങ്ങനെ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇന്നും കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അവിടെ വാഴച്ചൽ പള്ളിയിലുള്ള ഒരു സഹോദരൻ, ഷൈൻ പീറ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നും
ആ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറേ ആളുകളെ നമ്മൾ ധ്യാനത്തിലേക്ക് കൊണ്ടുപോയത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ കഴക്കൂട്ടം മേനംകുളത്തുള്ള അനുഗ്രഹഭവൻ എന്നുള്ള ധ്യാനകേന്ദ്രത്തിലാണ്. അവിടെ മുക്തി എന്ന പേരിൽ തീരദേശത്തെ മക്കൾക്ക് വേണ്ടി എല്ലാ മാസവും ലഹരിമോചന ശുശ്രൂഷ നടത്തുന്നുണ്ട്, ലഹരിമോചന ധ്യാനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് പേരെ കൊണ്ടുപോയി. ഈ ധ്യാനങ്ങളെല്ലാം വലിയ അനുഗ്രഹപ്രദമായിരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ശുശ്രൂഷകൾക്കെല്ലാം അന്ന് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത്, ഇന്നും നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ അഭിവന്യ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ്. പിതാവിൻ്റെ വലിയ ഉത്സാഹം കൊണ്ടാണ് ഈ ശുശ്രൂഷകൾ ഇത്രയൊക്കെ വിജയിക്കാനായിട്ട് സാധിച്ചതെന്ന് പറയുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ മദ്യാസക്തിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി കർത്താവ് റെഡിയാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ആർ യു റെഡി എന്നാണ്. നമ്മൾ റെഡിയാണെങ്കിൽ ഇനി വളരെയധികം അത്ഭുതങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മദ്യാസക്തി എന്നുള്ള ഈ രോഗത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഒരു മരുന്നുമില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതിൽ നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഒരു ഡോക്ടറുണ്ട്, ഒരു മഹാവൈദ്യനുണ്ട്. ഈ മഹാവൈദ്യനെപ്പറ്റി യെശയ്യാ പ്രവാചകൻ 42-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം എനിക്ക് വലിയ ഇഷ്ടമുള്ള തിരുവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഞാൻ നിന്നെ ജനത്തിൻ്റെ ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. മദ്യാസക്തിയിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാപകരമായ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരാൾക്ക് ചെയ്യാനായിട്ടുള്ളത്. സങ്കീർത്തനം 107:20 പറയുന്ന അവിടുന്ന് വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ തിരുവചനം പറയുകയാണ്: നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ച് കെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കർത്താവ് ഡോക്ടറാണ്. ജെറമ്യാ പ്രവാചകൻ 17:14 പറയുകയാണ്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ ഈ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ശുശ്രൂഷയിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ മുന്നോട്ട് വരേണ്ടത് ഈ മദ്യാസക്തനായ വ്യക്തിയുടെ ജീവിത പങ്കാളിയാണ്. മദ്യപിക്കുന്നയാൾ ഒരു ചാഞ്ഞ മരമായിട്ട് നമുക്ക് കണക്കാക്കാം. അവരെ താങ്ങി നിർത്തണം, അവരോട് കരുണ കാണിക്കാം, അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഭാര്യയുടെ സ്വന്തം പദ്ധതി കൊണ്ട് ഭർത്താവിൻ്റെ മദ്യാസക്തി ഒരിക്കലും മാറില്ല. ഭാര്യ കരഞ്ഞതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഈ രോഗം മാറ്റാൻ സാധ്യമല്ല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിന് മാത്രമേ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കൂ. എങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവിനെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കാം? പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. യോശുവ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് തടസ്സവുമായിട്ട് ജോർദാൻ നദി കവിഞ്ഞൊഴുകുന്നത്. അപ്പോൾ ജോർദാൻ നദിയുടെ മുമ്പിൽ വെച്ച് അതിനെ മുറിച്ച് കടക്കാൻ വേണ്ടി യോശുവ പ്രവാചകൻ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഒരു ജീവിത പങ്കാളി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അയാളുടെ ജീവിത പങ്കാളി ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാണ് ഭാര്യയുടെ കടമ: സ്വയം ശുദ്ധീകരിച്ച് ഭർത്താവിനെ ശുദ്ധീകരിക്കുക. അപ്പം അതിനുവേണ്ടിയുള്ള കൃപ സഹോദരിമാർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയുടെ മദ്യപാനം കൊണ്ട് ജീവിത പങ്കാളി ആയ ഭാര്യ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർ നേരിടുന്ന സഹനങ്ങളെല്ലാം
കൃപകളായിട്ട് മാറ്റാനൊരവസരമുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് കർത്താവിൽ നിന്ന് പരിഹാരം വാങ്ങുമ്പോൾ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അവർ കാലുകൾ നഷ്ടപ്പെട്ട ഭർത്താവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഭാരം ചുമക്കുന്നത്? അവൾ പറയാണ്, ഇത് ഭാരമല്ല, എൻ്റെ ചേട്ടനാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഭാര്യയ്ക്ക് നിശ്ചയമായും അവളുടെ ഭർത്താവിനെ പരിപൂർണമായിട്ട് മാനസാന്തരപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയ കൃപ ലഭിക്കും. ഈ ശുശ്രൂഷ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലഹരി മോചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം തയ്യാറായി എത്തുന്ന ശുശ്രൂഷകരുടെ വലിയ ആവശ്യമുണ്ട്. കാരണം സാധാരണ ഒരു മദ്യപാനിയായ വ്യക്തി ഒരിക്കലും ഒരു ചികിത്സ നേടാനോ അല്ലെങ്കിൽ ധ്യാനത്തിന് പോകാനോ മുന്നോട്ട് വരാറില്ല. ശുശ്രൂഷകർ അവരുടെ ഭവനത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ധ്യാനത്തിൽ പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർ വരൂ. ഈശോയുടെ മുമ്പിൽ ഒരു തളർവാദ രോഗിയെ 4 പേര് കട്ടിലിലെടുത്തുകൊണ്ട് വരുന്നത് ഒരു വലിയ മാതൃകയാണ്. ലഹരി മോചന പോരാളികൾക്ക് ഉത്തമ മാതൃക. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. പക്ഷേ അത് സന്തോഷത്തോടുകൂടി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്, സാത്താനോടുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് എഫേസോസ് 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനും അതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികനും തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാത്താന് കഴിയും. അതുപോലെ തന്നെ ശുശ്രൂഷകർ തമ്മിലുള്ള മത്സരം ഉണ്ടാക്കാനായിട്ട് കഴിയും. ചില സ്ഥലത്തെങ്കിലും ഇതുപോലെ ശുശ്രൂഷകൾക്ക് ചെറിയ പോറലേൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു ആത്മീയ യുദ്ധമാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നവർക്ക് ഉണ്ടാകണം. അതുപോലെ ലഹരിമോചന ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ വഴികാട്ടികളാണ്. അന്ധകാരത്തിലായിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇത് മാറ്റ് ടാൽബോത്ത് എന്ന വ്യക്തി കത്തോലിക്ക സഭയിലെ ധന്യൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇൻ്റർനെറ്റ് പരിശോധിക്കുമ്പോൾ നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ആളുകൾ ഇദ്ദേഹത്തോട് വെനറബിൾ മാറ്റ് ടാൽബോത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത 12ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങി 28ാമത്തെ വയസ്സിൽ മുഴുക്കുടിയനായിട്ട് മാറി. അതിനുശേഷം അദ്ദേഹം തനിക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യത നേരിട്ട് മദ്യപിക്കാൻ പണമില്ലാതായി വന്നപ്പോൾ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇടവക വികാരി ഫാദർ ക്യൂൻ എന്നാണ് അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട്, അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അച്ഛൻ ഇങ്ങനെ പാവങ്ങളോട് ഇതുപോലെ മദ്യപിക്കുന്നവരോടൊക്കെ കരുണയുള്ള വൈദികനാണ്. ആ വൈദികനെയും മകനെ ചേർത്ത് പിടിച്ച് ഒരു പ്രതിജ്ഞ എഴുതി ഒപ്പിടിപ്പിച്ചു. ഇനി ഞാൻ 3 മാസത്തേക്ക് കുടിക്കില്ലെന്നുള്ള പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് 3 മാസം കുടിച്ചില്ല. തുടർന്ന് 3 മാസം കുടിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എഴുതി. അതുപോലെ ജീവിതത്തിൽ അവസാനം ഏകദേശം 70ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ പരിപൂർണമായിട്ടുള്ള മദ്യത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ തേടി മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്ത ആളാണ് വെനറബിൾ മാറ്റ് ടാൽബോത്ത്. അദ്ദേഹം ജീവിച്ചിരുന്നത് അയർലൻഡിലുള്ള ഒരു വിശുദ്ധനാണ്. വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വെനറബിൾ മാറ്റ് ടാൽബോത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്ന് എത്ര മദ്യത്തിൻ്റെ അടിമയായ വ്യക്തിയാണെങ്കിലും ശരി, കർത്താവിന് നാളെ അയാളെ ഒരു വിശുദ്ധനാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകർ ഇവരോട്, ഈ മദ്യത്തിന് അടിമയായ വ്യക്തികളോട് കൂടുതൽ ബഹുമാനത്തോടെ പെരുമാറണം. കാരണം നമ്മെക്കാളിലും കൂടുതൽ വിശുദ്ധനാകാൻ സാധ്യതയുള്ളവനാണ് ഇവരെന്നുള്ള കാര്യം നമുക്ക് ഓർക്കുക. ഇനി ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം വെറും ഒരു മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതല്ല, ഇവരെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമുക്ക് ഓർക്കാം. ധ്യാനത്തിന് കൊണ്ടുപോയ വ്യക്തികൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയ വ്യക്തികളൊക്കെ വീണ്ടും കള്ളു കുടിച്ചെന്നറിഞ്ഞാൽ ഉടനെ എല്ലാം ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് വിചാരിക്കാതെ വീണ്ടും കരുണയോടെ അവരെ കാണാനും വീണ്ടും കരുണയോടെ സമീപിക്കാനും അവരെ വീണ്ടും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള ഒരു വലിയ കൃപ നമുക്കുണ്ടാകണം. ശുശ്രൂഷകൻ ഒരു പാതാളക്കരണ്ടി പോലെ എന്ന് പറയാറുണ്ട്. പണ്ട് കാലത്ത് തൊട്ടിയും കയറുമൊക്കെ
കിണറ്റിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ തൊട്ടിയും കയറും തനിച്ച് കയറി വരത്തില്ല മേളിലോട്ട്. ഇതുപോലെ പാതാളക്കരണ്ടി എന്ന് പറഞ്ഞാൽ അനേക ഹുക്കുകളുള്ള ഒരു സാധനമാണ്. ഇത് താഴോട്ടിട്ട് കറക്കുമ്പോൾ പൊക്കിയെടുക്കുക എന്ന് പറയുന്ന പോലെ ശുശ്രൂഷകൻ്റെ ഒരു ജോലി ഇതാണ്, പാതാളക്കരണ്ടി പോലെ പ്രവർത്തിക്കുക. ലഹരി മോചന പ്രവർത്തനം ഒരു വലിയ ശുശ്രൂഷയാണ്, വലിയ സുവിശേഷ വേലയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയാണ്, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു വലിയ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലേക്ക് അനേകർ കടന്നു വരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. ഒരാളുടെ മദ്യാസക്തി മാറുമ്പോൾ 3 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. ആ വ്യക്തിയും കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നു, നഷ്ടപ്പെട്ടു പോയതെല്ലാം അവർക്ക് തിരിച്ചു കിട്ടുന്നു. വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, തലമുറകളിലേക്ക് കൃപ പകരപ്പെടുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായം 20-21 വചനങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുത്തേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് അരുളി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, വചനം പറയുകയാണ്, ഒരാൾ ഈ തിന്മയിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ അയാൾ മാത്രമല്ല, അയാളുടെ മക്കളും അയാളുടെ കൊച്ചുമക്കളും അയാളുടെ എല്ലാ തലമുറ, പിന്നീട് വരാൻ പോകുന്ന തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. എത്ര മനോഹരമായ ഒരു വചനമാണ്. ഇവിടെ ആദ്യം പറയുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, വീണ്ടും പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു, ഏറ്റവും അവസാനം പറയുകയാണ് കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. 100% ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഒരാൾ തിന്മയിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ കർത്താവ് അയാളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി ഇതാണ്, നിൻ്റെ മേൽ ഞാൻ വർഷിച്ച കൃപ അത് നിൻ്റെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും തലമുറകളിലേക്കും ഞാൻ പകരും. കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൃപ സ്വീകരിച്ച അനേകം പൂർവികരുടെ സന്തതി പരമ്പരകളാണ് നമ്മൾ. അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചു, എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കൂദാശകളോട് ചേർന്ന് നിന്നു, വചനം ഹൃദയത്തിലും പ്രവൃത്തിയിലും സൂക്ഷിച്ചു, പരസ്പരം ചേർത്ത് പിടിച്ചു. കുടുംബങ്ങൾ ലഹരി മുക്തമായിരുന്നു, ലഹളമുക്തമായിരുന്നു. അവർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചു, ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിച്ചു. അങ്ങനെ കൃപ നിറഞ്ഞ ഈ കുടുംബങ്ങൾ, അവർക്ക് ലഭിച്ച കൃപ അവരുടെ തലമുറകളിലേക്ക് പകർന്നു. പ്രിയപ്പെട്ടവരെ, ഇതേ ഉത്തരവാദിത്വം തന്നെയാണ് നമുക്കുള്ളത്. നമുക്ക് ലഭിക്കുന്ന കൃപ നമ്മളുടെ തലമുറകളിലേക്ക് നമുക്ക് പകരപ്പെടണം. അതിന് എല്ലാ കുടുംബങ്ങളെയും മദ്യമുക്തമാക്കാൻ വേണ്ടിയുള്ള സഭയുടെ പരിശ്രമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. KCBCയുടെ എല്ലാ ശുശ്രൂഷകളും, പ്രത്യേകമായിട്ട് ടെമ്പറൻസ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുവാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കഴിവുകളും അതിനുവേണ്ടി ഉപയോഗിക്കാം. സഭയോട് ഒത്തുചേർന്നുകൊണ്ട് ലഹരി വിമുക്ത സഭയും സമൂഹവും എന്നുള്ള വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പോരാടാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.